ശ്രീ എ പ്രഭാകരൻ. സർ, ഇക്കഴിഞ്ഞ ഓണം ഗംഭീരമായി നടത്തുന്നതിന് സപ്ലൈകോയും സിവിൽ സപ്ലൈസും എടുത്ത നടപടികളെ ഞാൻ പ്രശംസിക്കുന്നു. സർ, പ്രധാനപ്പെട്ട ഭക്ഷ്യധാന്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് എൻ്റെ ചോദ്യം. ഈ സംഭരണ വർഷത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ കർഷകരിൽ നിന്നും എത്ര മെട്രിക് ടൺ നെല്ല് ശേഖരിച്ചു? അതിൻ്റെ വിലയായി കർഷകർക്ക് നൽകാനുള്ള തുക എത്ര? നൽകിക്കഴിഞ്ഞ തുക എത്ര? അതുപോലെ തന്നെ കേന്ദ്രം ഈ തുക ഇതിൽ എത്ര തുക കേന്ദ്രം തന്നു? ഇനി തരാൻ മൊത്തത്തിൽ എത്രയാണ് ബാക്കി? ഒറ്റ കാര്യം കൂടി ഇതിലൊരു ചോദ്യം ആഡ് ചെയ്യുന്നത്, PRS ഹാജരാക്കുന്ന മുറയ്ക്ക് പണം നൽകാൻ നടപടി എന്തൊക്കെ സ്വീകരിച്ചു? ഈ പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും സർക്കാരിൻ്റെ കയ്യിൽ പരിപാടി ഉണ്ടോ എന്നാണ് മിനിസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട അംഗം ചോദിച്ച ചോദ്യത്തിൽ 2024-25 സംഭരണ വർഷം 5.8 ലക്ഷം മെട്രിക് ടൺ നെല്ല് സംഭരിച്ചു. സാർ, 2,07,144 കർഷകരിൽ നിന്നായിട്ടാണ് സംഭരിച്ചത്. 1,645 കോടി രൂപ ഇതിന് വില വരുന്നു. സർ, ഇതിൽ 1,403 കോടി രൂപ കർഷകർക്ക് നൽകിക്കഴിഞ്ഞതാണ്. 242 കോടി രൂപ കർഷകർക്ക് നൽകുന്നതിന് സപ്ലൈകോ ബാങ്കുകളെ ഏൽപ്പിച്ചും കഴിഞ്ഞു. ഈ ആഴ്ച തന്നെ പൂർണ്ണമായും കർഷകർക്ക് അത് കൊടുത്തു തീർക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സർ, ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് 2024-25 വർഷത്തെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് 1,645 കോടി രൂപയിൽ ഒരു പൈസയും ലഭിച്ചിട്ടില്ല. സാർ, പഴയ കുടിശ്ശിക 2017-18 മുതൽ ഉള്ള കുടിശ്ശിക 1,206 കോടി രൂപയും ലഭിക്കാറുണ്ട്. രണ്ടും കൂടെ കൂട്ടിയാൽ 2,851 കോടി രൂപ.